രാവിലെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റി ഇതാണ്: നിങ്ങൾ ഈ ഹൗസിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാൾ, നിങ്ങളെ സ്വാധീനിച്ച ഒരാൾ, എന്നാൽ ആ ഒരു ഇത് മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോയ കാര്യവും എന്താണെന്ന് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ജിഷിൻ വന്നിട്ട് അനീഷിനെയാണ് പറഞ്ഞത്. ജിഷിൻ മാത്രമല്ല, എല്ലാവരും അനീഷിനെ തന്നെയാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ സ്റ്റാറാക്കി വെച്ചിരിക്കുന്നത്. ജിഷിൻ പറഞ്ഞ കാര്യം, ഞാൻ ഇവിടെ വെജിറ്റേറിയൻ ആയിരുന്നു, അങ്ങനെ അന്നൊരു പ്രശ്നം ഉണ്ടായി ഫുഡിൻ്റെ പേരിൽ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാതെ കിടന്നപ്പം രാത്രി ആദ്യം പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ട് പോയി ഫുഡ് കഴിക്കുന്നത്. ഒരുപാട് അർദ്ധരാത്രി ആയി കഴിഞ്ഞപ്പം അനീഷേട്ടൻ വീണ്ടും വന്നിട്ട് ഫുഡ് കഴിക്കുക, ജിഷിൻ ഫുഡ് കഴിക്കുക എന്ന് 3-4 പ്രാവശ്യം അനീഷേട്ടൻ്റെ ആ ഒരു ഇതിൽ തന്നെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് അനീഷേട്ടൻ പറഞ്ഞത്, ഫുഡ് കഴിക്കാതിരുന്ന് എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ടാസ്ക് കളിക്കാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് പോകേണ്ട വരും അസുഖമായി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഫുഡ് കഴിക്കുക, ഫുഡിനെ നിന്ദിക്കല്ലേ, ആരെന്ത് പറഞ്ഞാലും പറഞ്ഞോട്ടോ, കഴിക്കുക, അല്പമെങ്കിലും കഴിച്ചിട്ട് കിടക്കെന്നും പറഞ്ഞ് എന്നെ പിടിച്ചു പൊക്കി എന്നെ ഫുഡ് കഴിപ്പിച്ച ഒരാളാണ്. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അതുപോലെ അഭിലാഷിന് ഉണ്ടായ ആ ഒരു അനുഭവം പറഞ്ഞ്. പിന്നെ ഷാനവാസ് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഫ്രണ്ടാണ് അഭിലാഷ് പറഞ്ഞത് അനീഷിനെയാണ്. അങ്ങനെ ബിൻസി, പിന്നെ അനിമോൾ പറഞ്ഞതും, ഇന്നാളിൽ നെവിൻ എൻ്റെ ബെഡിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പം എനിക്കന്ന് കിടക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ബെഡിൻ്റെ ആ ഒരു സൈഡിലാണ്, ആരും കാണണ്ടെന്നോർത്ത് സൈഡിലാണ് കിടന്നത്. അങ്ങനെ അനീഷേട്ടൻ രാത്രിയായപ്പോൾ വന്നിട്ട് എനിക്കൊരു പില്ലോയും ഒരു ബെഡ്ഷീറ്റും എടുത്തുകൊണ്ട് തന്ന്. അത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം ആരും അതെന്നെ കണ്ടുമില്ല, ശ്രദ്ധിച്ചുമില്ല. അനീഷേട്ടൻ അതെന്നെ കണ്ടുപിടിച്ച് എനിക്ക് അങ്ങനൊരു സഹായം ചെയ്ത്. അപ്പോൾ എൻ്റെയും സ്റ്റാർ അനീഷേട്ടൻ തന്നെയാണ്. അങ്ങനെ എല്ലാവരും, ഭൂരിപക്ഷം ആൾക്കാരും ഇന്ന് സ്റ്റാറാക്കി മാറ്റിയത് അനീഷേട്ടനെയാണ്, അക്ബർ സ്റ്റാറാക്കിയത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്.